സാധാരണ ഏതെങ്കിലും ഗവൺമെന്റ് മാറി വന്നാൽ പോലീസ് തലപ്പത്ത് IAS തലപ്പത്ത് വ്യാപകമായ അഴിച്ചുപണി ഉണ്ടാവും. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയം മാത്രമല്ല, ചില പ്രത്യേക താല്പര്യങ്ങൾ ചിലർക്കുണ്ടാവും, ചിലർക്കുണ്ടാവില്ല. ഉദാഹരണത്തിന് MR അജിത് കുമാർ പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രിയ ഉദ്യോഗസ്ഥനായിരുന്നു. പിണറായി സർക്കാരിന് മാത്രമല്ല, BJPക്കും RSS നേതാക്കളെ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് അങ്ങനെയൊക്കെ ആശീർവാദം വാങ്ങുന്ന, ഒരു പൂരം കലക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിരുന്നു. MR അജിത് കുമാറിനെ പോലെ ഒരാളെ ഒരു കാലത്തും കോൺഗ്രസിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പോകും. നിലവിലുള്ള റവദ ചന്ദ്രശേഖറിനും അധികം കാലമില്ല. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡറിൽ പുതിയൊരാളെ വയ്ക്കണം എന്ന് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. P. വിജയൻ അതിന് സ്വീകാര്യനായ ആളാണ്. നമുക്കറിയാം, P. വിജയൻ അജിത് കുമാറിന്റെ ഇരയായി ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഇരയായിട്ട് അദ്ദേഹത്തിനെതിരെ പല കാര്യങ്ങൾ വരുന്നു, അദ്ദേഹത്തെ വല്ലാതെ ഒതുക്കുന്നു, പറയുന്നു, ഇതെല്ലാം ചെയ്യുന്നു. P. വിജയൻ പൊതുവെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ P. വിജയന് ക്രമസമാധാന ചുമതല കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായും സംഭാവ്യമായ ഒരു കാര്യമാണ്. അതൊരിക്കലും ഒരു അപ്രതീക്ഷിത സംഭവവികാസമല്ല. എന്നാൽ ഷൗക്കത്ത് അലിക്ക് കോഴിക്കോട് കമ്മീഷണറായി കൊടുക്കുക എന്നുള്ളത് ലേശം ഇതുള്ള കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളമായി പിണറായി വിജയന്റെ ഭരണകാലത്ത് മുഴുവൻ കേന്ദ്ര സർവീസിലേക്ക് പോയ ആളാണ് ഷൗക്കത്ത് അലി. കാരണം അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ മടുത്തിട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഷൗക്കത്ത് അലിയുടെ പേരിൽ, ഷൗക്കത്ത് അലിയെ ഒതുക്കാൻ വേണ്ടി നിരവധി പ്രശ്നങ്ങൾ, പല രൂപത്തിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. ഇപ്പൊ അദ്ദേഹം കോഴിക്കോട് കമ്മീഷണറായി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 2 നിയമനങ്ങളും UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് നിർണായകമായ 2 നിയമനങ്ങളാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. അവിടെ ഷൗക്കത്ത് അലിയെ പോലെ എഫിഷ്യൻ്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. അവിടെ വലിയ തോതിൽ ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ഗുണ്ടകൾ, കാപ്പ പോലെയുള്ള ഗുണ്ടകൾ ഇപ്പൊ അകത്തായിട്ടുണ്ട്. ആളുകൾ വീണ വിജയനെ സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ടും അകത്തായിട്ടുണ്ട്. അങ്ങനെ പല കലാപരിപാടികളിൽ പലരും പെട്ടുപോയിട്ടുണ്ട്. ഷൗക്കത്ത് അലി കോഴിക്കോട് വരുന്നത് അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു തീരുമാനമായി മാറുന്നത് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ടാണ്. തികഞ്ഞ സത്യസന്ധനും മതേതരവാദിയുമായ ഒരു ഓഫീസറാണ് ഷൗക്കത്ത് അലി. നല്ല രൂപത്തിൽ കേസ് അന്വേഷിക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോ ആലപ്പുഴയിലെ ജീവൻ രക്ഷാപ്രവർത്തന കേസിന്റെ ചുമതലയുള്ളത്. അതിൽ SIT തലവനാണ്. ഭാരതത്തിൽ ഒരു പരിധിവരെ പോലീസിൽ ഒരു അഴിച്ചുപണി വേണം എന്ന് തീരുമാനിച്ച സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ്. എന്റെ താഴേക്കും ഇനി അതുമായി ബന്ധപ്പെട്ട് പല മാറ്റങ്ങളും അത് ഉണ്ടാവാറുണ്ട് സാധാരണ. അതിപ്പോ ഏതെങ്കിലും ഒരു അത്ഭുതമല്ല, അങ്ങനെ ചെയ്യാറ്. പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോഴും അതുണ്ടായി. ഈവൻ 2ാമത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോഴും 1ാമത്തേലും കുറെ മാറ്റങ്ങളുണ്ട്. അതിന് അനുഭവങ്ങളുണ്ട്. ചിലപ്പോൾ ആളുകൾ റിട്ടയർ ചെയ്ത് പോകുന്നതിന്റെ ഒക്കെ ഉണ്ടാവാം, അല്ലാതെ ഉണ്ടാവാം. പക്ഷെ എന്ത് സംഭവിച്ചാലും പോലീസിൽ വലിയ തോതിൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന് മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവരോട് എന്ത് സമീപനമെടുക്കും? സത്യസന്ധമായ പോലീസ് നിർവഹണം കേരളം പോലൊരു സംസ്ഥാനത്ത്, ഏത് സംസ്ഥാനത്തും പ്രധാനമാണ്, കേരളത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ, ലോ ആൻഡ് ഓർഡർ കയ്യിലെടുത്ത് നടത്തുന്ന ആളുകളെ. ഇപ്പോ നമുക്കറിയാം, വലിയ തോതിലുള്ള ഗുണ്ട മാഫിയ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അവർ തമ്മിലുള്ള അടി തന്നെ ഒരു ക്രമസമാധാന പ്രശ്നം. സ്വർണം പൊട്ടിക്കൽ, കലാപരിപാടികൾ ഒക്കെ ഉണ്ട്. അപ്പൊ സ്വർണം പൊട്ടിക്കുന്നവരെ പൊട്ടിക്കൽ, കള്ളക്കടത്ത്, ഇങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞതാണ്. അത് ഒരു കേന്ദ്രം കോഴിക്കോടുമാണ്. കാരണം കോഴിക്കോടാണ് ഇതിലെ ആളുകളൊക്കെ ഒരുപാട് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി കേസുകൾ കോഴിക്കോട് ഇതിൽ വരാൻ വഴിയുണ്ട്. ഷൗക്കത്ത് അലിയുടെ കയ്യിലേക്ക് വരാൻ വഴിയുണ്ട്. മാത്രമല്ല, ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള കേസുകളൊക്കെ ഷൗക്കത്ത് അലി ഏതെങ്കിലും തരത്തിൽ നേരിട്ടോ അല്ലാതെയോ, റൂറൽ SP ഉണ്ടെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഒരു പ്രഖ്യാപനം VD സതീശൻ സർക്കാർ നടത്തിയിരിക്കുന്നു. ഞങ്ങൾ പോലീസിനെ
നിങ്ങൾ പോയ വഴിക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സന്ദേശം കൃത്യമായി എത്തുകയും ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉണ്ടാവുകയും ചെയ്താൽ അത് വലിയ കാര്യമാണ്. മുമ്പ് ആഭ്യന്തരമന്ത്രി നിയമത്തിൽ പിണറായി വിജയനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന ചിലരാണ് ഡിഫാക്ടോ ആഭ്യന്തരമന്ത്രി എന്ന പരാതി ഉണ്ടായിരുന്നു. ആ പരാതി കേൾപ്പിക്കാതിരുന്നാൽ കോൺഗ്രസിനും UDF-നും നല്ലത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അർഹമായ പരിഗണന കൊടുത്തു എന്ന് തന്നെയാണ് ഈ മാറ്റങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്.